പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഇക്കണോമിക്സ് വിഷയത്തിലെ ഒന്നാം ഭാഗമായ ഇന്ത്യൻ ഇക്കോണമിയിലെ 2ാം ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സുകളെ തുടർച്ചയായ ഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായ സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇതിൻ്റെ ഉപയോഗം എത്തിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻസ് ഓൺ ഇന്ത്യൻ ഇക്കോണമി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായി 4 ലക്ഷ്യങ്ങൾ 5 ഇയർ പ്ലാൻ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഇനി ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയിൽ 5 ഇയർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. 1951 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നമുക്ക് നടത്താം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വ്യാപാര മേഖലയിലും ഇത് എത്രമാത്രം കൈവരിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് കാർഷിക മേഖല എടുക്കാം. നമുക്കറിയാം, കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ജമീന്ദാരി സമ്പ്രദായം ഇന്ത്യയുടെ ഭൂ ഉടമസ്ഥാവകാശത്തിൽ വൻ തോതിലുള്ള അസമത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. ജമീന്ദാർമാർ പോലെയുള്ള ഇടനിലക്കാരായ ഭൂപ്രഭുക്കന്മാരായിരുന്നു ഭൂമിയുടെ ഉടമകൾ. ഭൂമിയിൽ കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകർക്ക് ഭൂമിയിൽ യാതൊരു ഉടമസ്ഥാവകാശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന വിധത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ കർഷകർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഈ നയം കാർഷിക ഉൽപ്പാദനക്ഷമത കുറയാനും അസമത്വം വർദ്ധിക്കുവാനും ഇടയാക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചില നയങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായി. കാർഷിക മേഖലയിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച പ്രധാനപ്പെട്ട 2 നയങ്ങളായിരുന്നു. ഒന്ന് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. 2 ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. നമുക്കാദ്യം ലാൻഡ് റിഫോംസ് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാം. ലാൻഡ് റിഫോംസ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഭൂമിയുടെ വിതരണത്തിൽ സമത്വം കൈവരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതേസമയം ഗ്രീൻ റവല്യൂഷനും കൊണ്ട് അർത്ഥമാക്കിയത് കാർഷിക ഉൽപ്പാദനക്ഷമതയും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നമുക്ക് ലാൻഡ് റിഫോംസിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ലാൻഡ് റിഫോംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കർഷകർക്ക് ഭൂമി നൽകുക എന്നുള്ളതായിരുന്നു. അഥവാ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ
കർഷകനെ പ്രോത്സാഹിപ്പിക്കും വിധത്തിൽ കർഷകരെ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ലാൻഡ് റിഫോംസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ലാൻഡ് റിഫോംസ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ: ഒന്ന്, അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലെയുള്ള ഇടനിലക്കാരായ ഭൂപ്രഭുക്കന്മാരെ ഒഴിവാക്കി എന്നുള്ളതാണ് ലാൻഡ് റിഫോംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം. മറ്റൊന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. കർഷകർക്ക് ഭൂമി വിതരണം ചെയ്തു. അതുപോലെ ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിങ്സ് ആൻഡ് ഡിക്ലയറിംഗ് ലാൻഡ് എബവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പരമാവധി ഭൂമിക്ക് പരിധി നിശ്ചയിക്കുകയും അതിന് മുകളിൽ വരുന്ന, അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ഭൂമിയെ മിച്ച ഭൂമിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടഡ് ദി സർപ്ലസ് ലാൻഡ് എമംഗ് ദ ലാൻഡ്ലെസ് ഫാർമേഴ്സ്. ഇത്തരത്തിലുള്ള ഈ മിച്ച ഭൂമി ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഉണ്ടായിട്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങളും. എന്നാൽ ഭൂപരിഷ്കരണ നിയമം പൂർണ്ണമായ അർത്ഥത്തിൽ വിജയകരമാക്കാൻ സാധിച്ചില്ല എന്നതാണ് ഒരു വസ്തുത. അഥവാ ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർമാരെ ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം സമത്വം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത. വലിയ ഭൂവുടമകൾ ഭൂപരിഷ്കരണ നിയമത്തെ കോടതികളിൽ ആ നിയമത്തിലുണ്ടായിരുന്ന ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടു. ഈ കാലതാമസം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭൂ ഉടമകളായിട്ടുള്ള ആളുകൾ അവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി ബന്ധുക്കളുടെയും മറ്റും പേരുകളിലേക്ക് എഴുതിക്കൊണ്ട് ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമം വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അല്പമെങ്കിലും വിജയകരമായിട്ട് ഈ നിയമം നടപ്പിൽ വരുത്തിയത് കേരളം, പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ്. ആ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രസ്തുത സംസ്ഥാനങ്ങളെ സർക്കാരുകൾ കാണിച്ചിട്ടുള്ള അതിനോടുള്ള ആത്മാർത്ഥമായ സമീപനമാണ് ഇതിന് കാരണമായി തീർന്നത്. ഇനി നമുക്ക് ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഹരിത വിപ്ലവം. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു കാർഷിക സമ്പദ്വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടേത്. ഏകദേശം 75% ആളുകളും ജീവിതവൃത്തിക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് കൃഷിയെയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പഴഞ്ചൻ സാങ്കേതികവിദ്യയാണ് കാർഷിക മേഖല ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെയും കാർഷിക ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നു. മാത്രവുമല്ല, വളരെ അപര്യാപ്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, മറ്റുള്ള സൗകര്യങ്ങളൊക്കെയായിരുന്നു കാർഷിക മേഖല ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും ജലസേചന സൗകര്യത്തിന് വേണ്ടി ആശ്രയിച്ചത് മൺസൂണിനെയായിരുന്നു. ഇങ്ങനെ പൊതുവിൽ കൃഷിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഭക്ഷ്യ വസ്തുക്കൾക്ക് വേണ്ടി ഇറക്കുമതി ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയതോടുകൂടി ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റം സംഭവിക്കുകയുണ്ടായി. ഹരിത വിപ്ലവം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ സാങ്കേതികവിദ്യ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നത് വഴി ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിലുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വർധനവിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1964-65 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. ആദ്യഘട്ടത്തിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മാത്രമായി ഹരിത വിപ്ലവം കേന്ദ്രീകരിക്കപ്പെടുകയുണ്ടായി. ഇനി ഗ്രീൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, യൂസ് ഓഫ് HYV സീഡ്സ്, ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം. രണ്ട്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. മൂന്ന്, യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ് എക്സെട്ര. ട്രാക്ടറുകൾ, പമ്പ് സെറ്റുകൾ പോലെയുള്ള ആധുനിക ഉപകരണങ്ങളാണ് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നത് വഴി ഭക്ഷ്യോൽപാദനത്തിലുണ്ടായ ഗണ്യമായ വർധനവിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ഘട്ടങ്ങളായിട്ടാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 1965 മുതൽ 1975 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഈ ഘട്ടത്തിൽ ചില സംസ്ഥാനങ്ങൾക്ക്, പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും മാത്രമല്ല ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ രണ്ടാം ഘട്ടം 1975 തുടങ്ങി 1985 അവസാനിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഗ്രീൻ റവല്യൂഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ്, അഥവാ ഗ്രീൻ റവല്യൂഷൻ ഒരു പുതിയ സാങ്കേതിക വിദ്യ കാർഷിക രംഗത്ത് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഗ്രീൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ: ഒന്ന്, ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നേട്ടം. രണ്ട്, ഇൻക്രീസ് മാർക്കറ്റഡ് സർപ്ലസ്. ഇന്ത്യ അറ്റൈൻഡ് ഇൻക്രീസ് മാർക്കറ്റഡ് സർപ്ലസ്. ഇന്ത്യക്ക് ഉയർന്ന കമ്പോള മിച്ചമുണ്ടാക്കാൻ സാധിച്ചു. കമ്പോള മിച്ചം എന്നുള്ള ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി കമ്പോളങ്ങളിൽ വിൽക്കാൻ കഴിയും വിധം ലഭ്യമാകുന്ന അളവിനെയാണ് മാർക്കറ്റഡ് സർപ്ലസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന മാർക്കറ്റ് സർപ്ലസിൻ്റെ അളവ് വർദ്ധിച്ചു എന്നുള്ളതാണ്. മൂന്ന്, ഈ റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ് എയ്ഡ്. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഇറക്കുമതി ആശ്രയിക്കുന്നതിൽ കുറവുണ്ടായി. 4, റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഗുഡ് ഫുഡ് ഗ്രെയിൻസ് ബെനഫിറ്റിംഗ് പൂവർ പീപ്പിൾ. പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായകരമാകും വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ കുറവുണ്ടാവാൻ ഇത് കാരണമായി. 5, ഇറ്റ് എനേബിൾഡ് ദ ഗവൺമെൻറ് ടു ക്രിയേറ്റ് എ ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ടൈംസ് ഓഫ് ഫുഡ് ഷോർട്ടേജ്. ഭക്ഷ്യധാന്യങ്ങൾക്ക് ദൗർലഭ്യം നേരിടുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരം ഉണ്ടാക്കാൻ അത് ഗവൺമെൻറ്റുകളെ പ്രാപ്തമാക്കി എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. ദെൻ ലാസ്റ്റ്ലി ഇറ്റ് എനേബിൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ടു ദ പുവർ ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ
പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ മറ്റൊരു നേട്ടം. ദീസ് ആർ ദ വേരിയസ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻസ്. ഇനി നമുക്ക് ഗ്രീൻ റവല്യൂഷൻ്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പരിശോധിക്കാം. ഒന്ന്, ഇറ്റ് ഇൻക്രീസ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. ധനികരായ കർഷകർക്കും ദരിദ്രരായ കർഷകർക്കും ഇടയിൽ ഉണ്ടായിരുന്ന അന്തരം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്ന ഒന്ന്. രണ്ട്, HIV crops were prone to attack from insects and pests. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കീടങ്ങളും പ്രാണികളുമൊക്കെ നശിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർക്ക് നഷ്ടം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. മൂന്ന്, the use of high dose of chemical fertilizers, pesticides and insecticides poison the soil. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം മണ്ണിനെ വിഷാംശമുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻ ദ ഫസ്റ്റ് phase of Green Revolution, the Green Revolution was mainly concentrated to a wheat. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഗ്രീൻ റവല്യൂഷൻ പ്രധാനമായിട്ടും ഗോതമ്പിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്രിറ്റിസൈസ്ഡ് ആസ് എ വീറ്റ് റവല്യൂഷൻ. അതിനെ ഒരു ഗോതമ്പ് വിപ്ലവമെന്നും വിമർശന രൂപത്തിൽ പറയാറുണ്ട്. ദെൻ അനദർ ഡെഫിഷ്യൻസി ഈസ് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീനറി കോസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച സാങ്കേതിക വിദ്യയുടെ ഭാഗമായി കൂടുതലായിട്ട് ഉപകരണങ്ങൾ മെഷീനറികൾ ഉപയോഗിച്ചതോടുകൂടി അത് കൂടുതൽ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് പറയപ്പെടുന്നത്. ദീസ് ആർ ദ മേജർ ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, നമ്മൾ പറഞ്ഞു ഗ്രീൻ റവല്യൂഷനിൻ്റെ പ്രത്യേകത ആധുനിക സാങ്കേതിക വിദ്യകളാണ് കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്നത് പറഞ്ഞു. താരതമ്യേന ചെലവേറിയതാണ് ഈ സാങ്കേതിക വിദ്യകളും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ആധുനിക കൃഷിരീതിയിൽ ഉപയോഗിക്കുന്ന പുതിയ കാർഷിക തന്ത്രം സ്വീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കർഷകർക്ക് വലിയ ചെലവ് നേരിടേണ്ടതായിട്ട് വരും. അഥവാ ആധുനിക കൃഷിരീതി എക്സ്പെൻസീവാണ്, ചെലവേറിയതാണ് നേരത്തെ ഉപയോഗിച്ചു വന്ന പരമ്പരാഗതമായ കൃഷിരീതിയേക്കാളും. അതുകൊണ്ട് ഇത്തരത്തിൽ ചെലവേറിയിട്ടുള്ള ഒരു കൃഷിരീതി സ്വീകരിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സബ്സിഡി നൽകപ്പെടുകയുണ്ടായി. അഥവാ HYV സീഡുകളും കെമിക്കൽ ഫെർട്ടിലൈസറുകളും അതുപോലെ തന്നെ പമ്പ് സെറ്റുകളുമൊക്കെ സബ്സിഡൈസ്ഡ് നിരക്കിൽ ഗവൺമെൻറ് കർഷകർക്ക് നൽകുകയുണ്ടായി. ഇത് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ബാധ്യത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള വാദഗതികൾ. അനുകൂലമായിട്ട് പറയപ്പെടുന്നത് സബ്സിഡി നൽകുന്നത് വഴി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ്. 2, ടു എൻകറേജ് ദ ഫാർമേഴ്സ് ടു ട്രൈ ന്യൂ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. ഒരു പുതിയ കാർഷിക
രീതി സ്വീകരിക്കാൻ അത് കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. മറ്റൊന്ന്, സബ്സിഡീസ് ആർ ഇൻഎവിറ്റബിൾ ഇൻ ഇന്ത്യ വെയർ അഗ്രികൾച്ചർ ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. ലാഭകരമല്ലാത്ത ഒരു തൊഴിലായിട്ടുള്ള കൃഷി നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സബ്സിഡി അനിവാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു വാദഗതി. മറ്റൊരു അനുകൂലമായ വാദഗതിയാണ് സബ്സിഡീസ് ഹെൽപ്പ് പൂവർ ഫാർമേഴ്സ് ടു ബൈ മോഡേൺ അഗ്രികൾച്ചറൽ ഇൻപുട്സ്. ആധുനിക കാർഷിക ഉപകരണങ്ങൾ, കാർഷിക നിവേശങ്ങൾ വാങ്ങുന്നതിന് അത് കർഷകരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു അനുകൂലമായ വാദഗതിയാണ് സബ്സിഡീസ് ഹെൽപ്ഡ് ടു റെഡ്യൂസ് ദ ഇനിക്വാലിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ ഫാർമേഴ്സ്. ധനികരായ കർഷകർക്കും ദരിദ്രരായ കർഷകർക്കും ഇടയിലുള്ള അസമത്വം കുറക്കാൻ സബ്സിഡി സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു അനുകൂലമായ വാദഗതി. നെക്സ്റ്റ്, സബ്സിഡീസ് പ്രൊവൈഡ് ഗ്രേറ്റ് റിലീഫ് ടു ഫാർമേഴ്സ് ടു ഓവർകം ലോസ് ഡ്യൂ ടു അൺഫേവറബിൾ വെതർ കണ്ടീഷൻ. പ്രതികൂലമായ കാലാവസ്ഥ കാരണമായിട്ട് കർഷകർക്കുണ്ടാകുന്ന നഷ്ടം അതിജീവിക്കാൻ, മറികടക്കാൻ ഈ സബ്സിഡി സഹായകരമാകും എന്നുള്ളതാണ് മറ്റൊരു അനുകൂലമായ വാദഗതി. നെക്സ്റ്റ്, സബ്സിഡീസ് ഹെൽപ്പ് ടു സ്പ്രെഡ് അഗ്രികൾച്ചർ ആൻഡ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കൃഷിയെ വിപുലപ്പെടുത്താനും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനും സബ്സിഡി സഹായകരമാകും എന്നുള്ളതാണ് സബ്സിഡിയുടെ മറ്റൊരു അനുകൂലമായ വാദഗതി. നെക്സ്റ്റ്, സബ്സിഡീസ് റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പൂവർ ഫാർമേഴ്സ് ആൻഡ് റിച്ച് ഫാർമേഴ്സ്, thereby achieving the planned objective of equality. സബ്സിഡി ധനികരായ കർഷകർക്കും ദരിദ്രരായ കർഷകർക്കും ഇടയിലുള്ള അന്തരം കുറക്കുകയും അതുവഴി 5 ഇയർ പ്ലാനിലെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടുള്ള സമത്വം ഉറപ്പാക്കാൻ സാധ്യമാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു അനുകൂലമായ വാദഗതി. എന്നാൽ സബ്സിഡി നൽകുന്നതിനെ സംബന്ധിച്ച് പ്രതികൂലമായ വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ്: ഒന്ന്, ദ സബ്സിഡീസ് ആർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ടു റിച്ച് ഫാർമേഴ്സ്. പ്രധാനമായും സബ്സിഡി കേന്ദ്രീകരിക്കപ്പെടുന്നത് ധനികരായിട്ടുള്ള കർഷകരിലേക്കാണ് എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, എ മേജർ പാർട്ട് ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഗോസ് ടു ദ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. വളങ്ങൾക്ക് നൽകുന്ന, രാസവളങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയുടെ മുഖ്യ പങ്കും പോകുന്നത് രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളിലേക്കാണ്. ചില സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സബ്സിഡി ഡിഡ് നോട്ട് ബി ഗിവൺ ഓൺസ് ന്യൂ ടെക്നോളജി ഈസ് അഡോപ്റ്റഡ് ആൻഡ് അഗ്രികൾച്ചർ മെയ്ഡ് പ്രോഫിറ്റബിൾ. സാങ്കേതിക വിദ്യ ഒരിക്കൽ സ്വീകരിക്കുകയും അത് ലാഭകരമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പിന്നീട് സബ്സിഡി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ വാദഗതി. മറ്റൊരു വാദം, ഗവൺമെൻറ് ഈസ് ലോസിങ് എ lot of money which could have been otherwise used for helping the poor. ദരിദ്രരായിട്ടുള്ള ആളുകളെ മറ്റു വിധത്തിൽ സഹായിക്കാവുന്ന വലിയ ഒരു തുകയാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാദഗതി. മറ്റൊരു പ്രതികൂല വാദഗതിയാണ് ഫെയിലിയർ ഇൻ അലോക്കേഷൻ ഓഫ് സബ്സിഡീസ് ടു റിയൽ ബെനിഫിഷ്യറീസ്. യഥാർത്ഥത്തിലുള്ള അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളിലേക്ക് സബ്സിഡി എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അഥവാ സബ്സിഡി അർഹരായിട്ടുള്ള കർഷകരിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാദഗതി. നെക്സ്റ്റ്, ഗിവിംഗ് സബ്സിഡീസ് വെൻ അഗ്രികൾച്ചർ ബിക്കംസ് അൺപ്രോഫിറ്റബിൾ ഷുഡ് നോ ലോങ്ങർ ബി കണ്ടിന്യൂഡ്.
കൃഷി ലാഭകരമല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി നൽകുന്നത് തുടരരുത് എന്നുള്ളതാണ് മറ്റൊരു വാദഗതി. നെക്സ്റ്റ്, സബ്സിഡൈസ്ഡ് ഇൻപുട്സ് ടു അഗ്രികൾച്ചറിസ്റ്റ് മേക്ക് ദം അൺഅവെയർ ഓഫ് ദെയർ റിയൽ വാല്യൂ റിസൾട്ടിങ് ഇൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. സബ്സിഡി നിരക്കിൽ കൃഷിക്കാവശ്യമായിട്ടുള്ള നിവേശങ്ങൾ നൽകുന്നത് വഴി യഥാർത്ഥത്തിൽ വിഭവങ്ങൾ പാഴാക്കി കളയുന്നത് കൊണ്ടുണ്ടാകുന്ന യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നതിൽ കർഷകർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സബ്സിഡി നൽകുന്നതിന് പ്രതികൂലമായിട്ടുള്ള മറ്റൊരു വാദഗതി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില വസ്തുതകൾ ഇന്ന് കാർഷിക മേഖല നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കാർഷിക മേഖലയിൽ നിന്നും ഇന്ത്യയുടെ GDPയിലേക്കുള്ള സംഭാവന കുറഞ്ഞു വരികയാണ്. ഏകദേശം 1951 59.26% ഉണ്ടായിരുന്ന GDPയിലേക്കുള്ള കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ 2015-16 16.1% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം അതിന് അനുസൃതമായി കുറഞ്ഞിട്ടില്ല. 1951 മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ 67.5% ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നിടത്ത് നിന്ന് 2015 എത്തുമ്പോൾ 52% മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനർത്ഥം കാർഷിക മേഖലയിൽ നിന്നും രാജ്യത്തിൻ്റെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയുന്നതിന് സമാനമായ രീതിയിൽ കാർഷിക മേഖലയെ ജീവിതവൃത്തിക്ക് വേണ്ടി ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് 1951 മുതൽ 1991 വരെ ഇന്ത്യയിൽ പിന്തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളുടെ പോരായ്മയാണ്. അഥവാ രാജ്യത്ത് കാർഷിക മേഖലയിൽ നിന്നും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയുകയും അതിനനുസൃതമായി വ്യവസായ മേഖലയുടെയും സേവന മേഖലയുടെയും കോൺട്രിബ്യൂഷൻ കൂടുകയും ചെയ്യുന്നുവെങ്കിലും കാർഷിക മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ആളുകളെ സ്വീകരിക്കാൻ രാജ്യത്തെ വ്യവസായ മേഖലക്കോ സേവന മേഖലക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് രാജ്യത്ത് 1951 മുതൽ 1991 വരെ പിന്തുടർന്നു വന്ന നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി ഈ പാഠത്തിൻ്റെ തുടർച്ചയായ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. തുടർച്ചയായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.